ഭൂട്ടാനിൽ നടന്ന ഏഷ്യൻ ജൂനിയർ സീനിയർ ആട്യപാട്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം വാണിമേലിലെ റന ഫാത്തിമയ്ക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാണിമേൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. ചടങ്ങ് ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാപ്പു ഹാജി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ടൊരു നമ്മുടെ ഇതുപോലുള്ള ഒരു പ്രദേശത്ത് നിന്ന് ഒരു കച്ചവടക്കാരൻ്റെ മകള്, ആ പെൺകുട്ടി ഇന്ത്യയെ പ്രതികരിച്ചുകൊണ്ടാണ് പോയത് എന്നറിയുമ്പോൾ ഏറെ വാണിമേലിൻ്റെ അഭിമാനമായി ആ കുട്ടി ഉയർന്നു വരുമ്പോൾ ആ കുട്ടിയെ ഒന്ന് നേരിട്ട് കണ്ട് അഭിനന്ദിക്കണം എന്നെനിക്ക് നിർബന്ധബുദ്ധി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ ചടങ്ങിൽ ഞാനിവിടെ എത്തിയത്. ഞങ്ങൾ കോഴിക്കോട് ജില്ലയുടെ ഏകോപന സമിതിയുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട തിരക്ക് പിടിച്ച സമയമായിട്ടും ഞാനും ഒരു കായിക ഇനത്തിലൊക്കെ വളർന്നു വന്നിരുന്നു. സ്വപ്നങ്ങൾ വേണം. ഞാൻ കുറേ സ്വപ്നങ്ങൾ കണ്ടു, പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. പക്ഷേ ഈ പ്രായത്തിലുള്ള കുട്ടികൾ അത്തരത്തിൽ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തെ പ്രതിനിധീകരിച്ച് മറ്റൊരു രാഷ്ട്രത്തിൽ പോയിട്ട് കളിച്ച് ആ കളിയിൽ നേട്ടമുണ്ടാക്കി എത്തുക എന്ന് പറഞ്ഞാൽ, ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വിജയിയാകുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. കായിക ഇനങ്ങൾ, ധാരാളം കായിക ഇനങ്ങളുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു കായിക ഇനം സെലക്ട് ചെയ്ത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ പരിപൂർണ പിന്തുണയോടുകൂടിയാണ് ആ കുട്ടി നേട്ടം കൈവരിച്ചത് എന്നറിയുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. ഈ ഒരു കുട്ടിയെ, റന ഫാത്തിമയെ അഭിനന്ദിക്കാൻ അവസരം ലഭിച്ചതിൽ. ഇനിയും സ്വപ്നങ്ങൾ കാണണം. ഏഷ്യയിലെ ചാമ്പ്യൻഷിപ്പേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ലോക ചാമ്പ്യൻഷിപ്പ് വരുമ്പോൾ അതിലും പങ്കെടുക്കാനും അതിലും വിജയിയായി വരാനും വീണ്ടും ഇതുപോലുള്ള പ്രദേശത്ത് വെച്ചിട്ട്, ഇവിടെ വെച്ചിട്ട്, വാണിമേൽ വെച്ചിട്ട് സ്വീകരണം കൊടുക്കാൻ ആ കുട്ടിക്ക് അത് ഏറ്റുവാങ്ങാനും കഴിയട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മളൊരു കായിക മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കാണും. ആ സ്വപ്നങ്ങൾ വിജയിക്കുമ്പോഴാണ് ഏറെ ആഹ്ലാദമുണ്ടാകുന്നത്. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾ അവരേറ്റവും അഭിമാനിക്കുന്ന ഒരു നിമിഷമാണ് ഈ കുട്ടിയിലൂടെ അവർക്ക് ലഭിക്കുന്നത്. നമ്മുടെയൊക്കെ മക്കൾ എന്തെങ്കിലും അവാർഡുകൾ വാങ്ങി, അതുപോലുള്ള ചാമ്പ്യൻഷിപ്പുകൾ, ദേശീയ അവാർഡൊക്കെ വാങ്ങി, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ വിജയിയാകുക എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും അഭിമാനമുണ്ടാകും മാതാപിതാക്കൾക്ക്. അപ്പോൾ ആ ഒരു നിലയിൽ വളർന്നു വന്ന ഈ ഒരു പ്രദേശത്ത് നിന്ന് വളർന്നു. അതുപോലെ തന്നെ മറ്റൊരു കുട്ടിയുടെ വന്നിട്ടുണ്ട്. 200 മാർക്ക് വാങ്ങി എക്കണോമിക്സ് HSCയിൽ വിജയിച്ചു എന്ന് പറയുമ്പോൾ, എക്കണോമിക്സ് സബ്ജക്റ്റ് എടുത്ത് പഠിക്കുന്നവർക്കറിയാം അത് മാർക്ക് വാങ്ങാനുള്ളതിൻ്റെ ഒരു കഷ്ടപ്പാട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ പ്രയത്നമാണ്. ജില്ലാ വൈസ് പ്രസിഡന്റ് ഏരത്ത് ഇക്ബാൽ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മളെ കുട്ടികൾ ഇങ്ങനെ ഒരു ഉയർന്ന നിലയിലേക്ക് എത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം, അതും ഒരു വ്യാപാരിയുടെ മകൾ. എന്നോട് പ്രിയപ്പെട്ട എൻ്റെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത്, ഇന്ന് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തിരക്കുള്ളൊരു ദിവസമാണ്. കാരണം അദ്ദേഹം ജില്ലാ പ്രസിഡന്റാണ്, സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് ക്യാൻസൽ ചെയ്തിട്ടാണ് ഇന്നിവിടെ വന്നത്. അദ്ദേഹം പറഞ്ഞത്, നമ്മളുടെ കച്ചവടക്കാരന്റെ മകൾക്ക് ഇങ്ങനെ ഒരു ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് മറ്റൊരു ജില്ലയിലുള്ള തെരഞ്ഞെടുപ്പല്ല, എന്റെ ജില്ലയിലുള്ള വാണിമേൽ പോകലാണ് എനിക്ക് പ്രാധാന്യമെന്ന്. നമുക്ക് ഏറെ അഭിമാനം നൽകിയ ഈ റന ഫാത്തിമയെ മുക്തകണ്ഠം പ്രശസ്തിക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ട മർഷാദ് അഹമ്മദ്, എനിക്ക് തോന്നുന്നത് മർഷാദ് അഹമ്മദിന് രണ്ടാമത്തെ
അവാർഡാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. യൂണിറ്റ് ജനറൽ സെക്രട്ടറി KP അഹമ്മദ് ഹാജി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് KV ജലീൽ അധ്യക്ഷത വഹിച്ചു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് അബ്ബാസ് കണേക്കൽ, വളയം യൂണിറ്റ് പ്രസിഡന്റ് പ്രേമൻ, ജില്ലാ കമ്മിറ്റി മെമ്പർ KP കുഞ്ഞമ്മദ്, NK കുഞ്ഞാലി, റന ഫാത്തിമ, മർഷാദ് അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. വളരെ സന്തോഷമുണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ. പിന്നെ ഈ വേദി ഒരുക്കി തന്ന വ്യാപാരി ഏകോപന സമിതിക്ക് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഏകദേശം 3 പ്രാവശ്യം സംസ്ഥാന മത്സരത്തിൽ പോയപ്പോൾ എന്നെ ആദരിക്കാൻ വ്യാപാര വ്യവസായി ഏകോപന സമിതിയായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. മറ്റു രാഷ്ട്രീയ പാർട്ടികളോ മറ്റു സംഘടനകളോ ഉണ്ടായിരുന്നില്ല. പിന്നെ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയപ്പോൾ ഇപ്പം +2 ഫുൾ A+, 4 വിഷയത്തിൽ ഫുൾ മാർക്കാണ്. ഇതിനൊക്കെ എന്നെ ആദരിക്കാൻ എപ്പോഴും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ മർഷാദ് അഹമ്മദിനെയും ചടങ്ങിൽ അഭിനന്ദിച്ചു. റന ഫാത്തിമയ്ക്ക് യൂണിറ്റ് കമ്മിറ്റിയുടെ ഉപഹാരം ബാപ്പു ഹാജിയും മർഷാദ് അഹമ്മദിന് ജില്ലാ വൈസ് പ്രസിഡന്റ് ഏരത്ത് ഇക്ബാലും നൽകി. PK അഹമ്മദ് ചടങ്ങിന് നന്ദി പറഞ്ഞു.